കത്തോലിക്ക സഭകളുടെ പുതിയ വലിയ ഇടയനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് സഭയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് വന്ന ഫ്രാൻസിസ് പുള്ളിവാളുടെ പേര് സ്വീകരിച്ച ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് എന്താണ് വാസ്തവത്തിൽ ദിലീപ്, ഈ ഒരു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകാരിയായ മാർപ്പാപ്പയാണ് നമ്മളിപ്പോൾ ഈ ഈസ്റ്റർ ദിവസത്തിൻ്റെ പിറ്റേന്ന് അന്തരിച്ചത്. അദ്ദേഹമാണ് നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ദിലീപ് പറഞ്ഞതുപോലെ തന്നെ, ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ എന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. മാത്രമല്ല 1200 വർഷ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂറോപ്പിനല്ലാത്ത ഒരു മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിട്ട് ഇരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കക്കാരനാണ്. ആദ്യത്തെ ഈശോ സഭ എന്നുള്ള ആദ്യത്തെ ആളാണ്. ജെസ്യൂട്ട് ആദ്യത്തെ ആളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം വ്യക്തിപരമായി ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മാറ്റം കുറിച്ച ആളാണ്. വ്യക്തിപരമായി, പ്രവർത്തനപരമായും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ, വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുമാണ് അദ്ദേഹം. നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ തലവന്മാർ രാജാക്കന്മാരെ പോലെയാണ്. ആ രാജാക്കന്മാരുടെ തരത്തിലുള്ള ആഡംബരവും വലിയ പ്രാധാന്യവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് ലാളിത്യം, എളിമ, ഇതിനൊക്കെ പുറമെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വിഭാഗങ്ങളെ കൂടി സഭയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. ഏറ്റവും കുടിയേറ്റക്കാർ, പാവപ്പെട്ടവർ, സ്ത്രീകൾ, പിന്നെ എന്താ പറയുന്ന ഓരോ പ്രത്യേകിച്ച് ഏഷ്യയും ആഫ്രിക്കയ്ക്കും കത്തോലിക്ക സഭയിൽ ഒരു വലിയ പ്രാധാന്യവും സ്ഥാനവും നൽകിയത് അദ്ദേഹമാണ്. യൂറോപ്പാണ് എല്ലാ കാലത്തും കത്തോലിക്ക സഭയെ മേധാവിത്വം വഹിക്കുന്നത്. അവിടെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഏറ്റവും എന്താ പറയുക, ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ പോലും ഉള്ളവരെ കർദിനാൾമാരായിട്ട് നിയമിച്ച ആളാണ്. ലൈംഗിക ന്യൂനപക്ഷം, ഒരുപക്ഷെ കത്തോലിക്ക സഭ വലിയ പാപമായി കണ്ടിരുന്ന സ്വവർഗ പ്രേമികളായവർ, അല്ലെങ്കിൽ LGBTQ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിറ്റി, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ഇവരെയൊക്കെ വാസ്തവത്തിൽ ഇവർക്കൊക്കെ ഒരു അംഗീകാരവും അവർക്ക് ഒരു മാന്യതയും നൽകാൻ അദ്ദേഹം ശ്രമിച്ച ആളാണ്. സ്ത്രീകൾക്ക് കത്തോലിക്ക സഭ പരമ്പരാഗതമായി തന്നെ പുരുഷ മേധാവിത്വം ഉള്ളതാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഒരുപക്ഷെ ബിഷപ്പുമാരായിട്ടും മറ്റും സ്ഥാനങ്ങൾ ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ വത്തിക്കാൻ്റെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നത സമിതികളിൽ അംഗത്വം നൽകിയത് അദ്ദേഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും കത്തോലിക്ക സഭയെ ജനാധിപത്യവൽക്കരിച്ച, ജനകീയമാക്കിയ, ഏറ്റവും കീഴാള വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിപരമായും ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ സ്വാധീനവും അതിൻ്റെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു എന്താ പറയുക, പങ്കാളിത്തവും ഏറ്റവും അധികം നൽകാൻ ശ്രമിച്ച, അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അങ്ങേയറ്റത്തെ പ്രിയങ്കരനായി മാറിയത്, ലോകത്തിന് ഏറ്റവും പ്രിയങ്കരനായി മാറിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പ്രായം അദ്ദേഹത്തിന് അങ്ങേയറ്റം രോഗങ്ങളും ഒക്കെ ബാധിച്ചിരുന്ന സമയത്ത് പോലും, ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ കാലം ചെയ്തതിൻ്റെ തലേദിവസം പോലും അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ സെർമൺ നൽകിയതിന് ശേഷമാണ് അദ്ദേഹം കാലയവനികർ പിന്നിലേക്ക് മാറിയത്. അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകാരിയും ഏറ്റവും പ്രിയങ്കരനുമായിരുന്ന, ഏറ്റവും സാധാരണക്കാരെ കൂടി കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്ന, കത്തോലിക്ക സഭയുടെ ആഡംബരങ്ങളെ വെറുത്ത, അതിൻ്റെ ധൂർത്തിനെ അവസാനിപ്പിച്ച രീതിയിൽ അദ്ദേഹം ചരിത്രത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുള്ള സംശയമില്ല.
അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഒരു പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വിഷയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയായാലും യൂറോപ്പിലും അതുപോലെ തന്നെ യൂറോപ്യൻ സഭകൾക്കൊക്കെയാണ് പ്രാമുഖ്യമുള്ളത്. അപ്പോൾ ഈ നിലയിൽ യൂറോപ്പിൽ നിന്ന് തന്നെ ഒരു പുതിയ പാപ്പ വരാനാണ്, അതോ അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, ധാരാളമായിട്ട് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമോ, ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുമോ, അതോ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആകാംക്ഷ. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കത്തോലിക്ക സഭ ചെയ്ത വലിയ തെറ്റുകൾ ഏറ്റുപറയുകയും അതിന് പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരാളും കൂടെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ഇനി ആര് എന്നുള്ളത് വാസ്തവത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഈ മെയ് 2-ാം വാരത്തോടെ പുതിയ മാർപ്പാപ്പ, അതായത് 267-ാമത്തെ മാർപ്പാപ്പയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അത് വത്തിക്കാൻ്റെ സംവിധാനം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് കർദിനാൾമാരുടെ സഭയാണ്, കർദിനാൾമാരുടെ കോൺക്ലേവ് ആണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഈ മെയ് 2-ാം വാരത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇപ്പോൾ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ഈ കർദിനാൾമാരുടെ സഭയാണ് ഇതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സമിതി. 267 260-ലേറെ കർദിനാൾമാരാണ് ഈ കർദിനാൾ സഭയിൽ, തിരുസഭയിൽ ഉള്ളത്. പക്ഷേ അതിൽ 135 പേർക്ക് മാത്രമേ വോട്ടവകാശം, 136 പേർക്കാണ് വോട്ടവകാശം. വോട്ടവകാശം എന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക്, 80 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശമില്ല. അപ്പോൾ ഈ 260ഓളം പേരിൽ 135ഓളം 136 മറ്റു പേർക്ക് മാത്രമേ ഉള്ളൂ വോട്ടവകാശം. അപ്പോൾ നമ്മൾ ഈ കർദിനാൾമാരുടെ ഒരു എന്താ പറയുക, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ ഇന്നും യൂറോപ്പിലാണ് ആധിപത്യം. ഏതാണ്ട് ഒരു 67%, 60-ലേറെ പേരും യൂറോപ്പിൽ നിന്നുള്ളവരാണ്. രണ്ടാമതുള്ളവർ ഏഷ്യക്കാരാണ്. ഏഷ്യ പക്ഷേ 18% 18% മറ്റേ വരുള്ളൂ. അത് കഴിഞ്ഞാണ് ആഫ്രിക്ക, പിന്നെ ഉള്ളൂ ലാറ്റിൻ അമേരിക്ക, അത് കഴിഞ്ഞാൽ വടക്കേ അമേരിക്ക, ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ വാസ്തവത്തിൽ സ്വാഭാവികമായ ഒരു രീതി അനുസരിച്ച് ഒരു പക്ഷേ നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക, ഏറ്റവും കൂടുതൽ പേർ കർദിനാൾമാരെ അംഗീകരിക്കുക യൂറോപ്പിൽ നിന്നൊരാളെ ആവും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ലാറ്റിൻ അമേരിക്കക്കാരനായ അർജന്റീനക്കാരനായിട്ടുള്ള, അദ്ദേഹം ഇറ്റാലിയൻ വംശജനാണെങ്കിലും അർജന്റീനക്കാരനായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് വാസ്തവത്തിൽ ഈ യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും താഴെ മാത്രം പ്രാതിനിധ്യമുള്ള ലാറ്റിൻ അമേരിക്കൻ ഒരാളെ തെരഞ്ഞെടുത്തു. വളരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ ഭൂമിശാസ്ത്രപരമായ ഈ കർദിനാൾമാരുടെ സ്വത്വം വാസ്തവത്തിൽ അതൊരു വലിയ ഘടകമല്ല. തിരിച്ച് സംഭവിക്കാം, ഒരുപാട് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ സാധ്യത കൂടുതലും ഇപ്പോഴും യൂറോപ്പിലാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഉള്ളത് ഇനി മറ്റു മേഖലകളിൽ നിന്നുള്ളവരുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഊഹാപോഹത്തിന്റെ ഇതിലാണ്. പക്ഷെ എന്നാലും നമുക്ക് വാസ്തവത്തിൽ ഈ പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിന്റെ പ്രത്യേകത, അദ്ദേഹം ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും നൽകിയ വലിയ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സംയുക്തികമായ ഒരു പരിണാമം എന്ന് വെച്ചാൽ അതിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള പാവപ്പെട്ടവരുടെയും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും അദ്ദേഹം നൽകിയ പ്രാധാന്യം, അദ്ദേഹം ഈ സമിതികൾ പ്രാധാന്യം മാത്രമല്ല നയങ്ങളിലൊക്കെ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള അവസരം അദ്ദേഹം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടാകുമോ എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. എന്നാലും കണക്ക് നോക്കുമ്പോൾ ഏഷ്യയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ 10, 35, 36, 40ഓളം കർദിനാൾമാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ വോട്ടവകാശമുള്ളവർ അതിലും കുറവാണ്, 25, 26 മറ്റേ ഉള്ളൂ. ഇന്ത്യയിൽ വാസ്തവത്തിൽ നമ്മുടെ ഈ തിരുസഭയിൽ, കർദിനാൾമാരുടെ തിരുസഭയിൽ ഏതാണ്ട് 6 പേര് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഏഷ്യയിലെ ഏതാണ്ട് ഒരു കത്തോലിക്കരിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട്. ഏതാണ്ട് അതിൽ തന്നെ ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് എന്നൊക്കെയുള്ള ശരിയാണ്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ 6 കർദിനാൾമാരിൽ 3 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. പിന്നെയുള്ള 3 പേരാണ് പുറത്തുനിന്നുള്ളവർ. അതിൽ ഏറ്റവും ഏഷ്യയിൽ തന്നെ, പക്ഷേ അതേ സമയത്ത് ഏഷ്യയിൽ നിന്നൊരു കർദിനാൾ അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പ വരികയാണെങ്കിൽ ആർക്കായിരിക്കും സാധ്യത എന്നുള്ളത്
ഈ സഭയെ നിരീക്ഷിക്കുന്ന പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ ഏഷ്യയിൽ ഇന്ത്യക്ക് വളരെ വലിയ പ്രാധാന്യം, ഏറ്റവും കൂടുതൽ കർദിനാൾമാരുടെ എണ്ണം ഉണ്ടെങ്കിലും ആ പട്ടികയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിന്ന ആൾ വാസ്തവത്തിൽ ഫിലിപ്പൈൻസിലെ ഒരു ആർച്ച് ബിഷപ്പാണ്, ലൂയി ടാഗ്ലെ എന്ന് പറയുന്നത്. അദ്ദേഹം ആർച്ച് ബിഷപ്പ്, മനിലയുടെ ആർച്ച് ബിഷപ്പാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം പോപ്പ് ഫ്രാൻസിസിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ വാസ്തവത്തിൽ ഏഷ്യൻ ഫ്രാൻസിസ് എന്ന് പോലും അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ഫിലിപ്പൈൻസുകാരനാണ്. എല്ലാ അർത്ഥത്തിലും പോപ്പ് ഫ്രാൻസിസിന്റെ അനന്തരഗാമി ആകാൻ സാധ്യതയുള്ള ആളാണ് ഏഷ്യയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർ ഘടകം അദ്ദേഹം ഒരു അല്പം അതിന് കടന്ന പുരോഗമനവാദിയാണെന്നുള്ളതാണ്. ഹീസ് ടു പ്രോഗ്രസീവ് എന്നാണ് യൂറോപ്പ് പറയുന്നത്. കാരണം അദ്ദേഹം ഈ LGBT കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ ഒക്കെ പോപ്പ് ഫ്രാൻസിന്റെ അപ്പുറത്ത് പോയി പ്രാതിനിധ്യം നൽകാൻ വേണ്ടി വളരെ പുരോഗമനകാരിയും വിപ്ലവകാരിയുമായിട്ടുള്ള അദ്ദേഹമാണ്. അവിടെ അത്രയും വലിയ വിപ്ലവകാരിയെ അംഗീകരിക്കാൻ ഒരു പക്ഷേ കത്തോലിക്ക സഭ ഇനിയും തയ്യാറായിട്ട് ഒരുങ്ങാൻ ഇത് ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് വളർന്നിട്ടില്ല എന്നതുകൊണ്ട് ടാഗ്ലയുടെ കാര്യം, പ്രായമാണെങ്കിൽ 70 വയസ്സ് 75 വയസ്സോ മറ്റോ ആണ്. എല്ലാം കൊണ്ടും അദ്ദേഹം ആവാൻ യോഗ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതുകൊണ്ട് രണ്ടാമത്തെ പേരാണ് വാസ്തവത്തിൽ ഓസ്വാൾഡ് ഗാർസിയ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ബോംബെയുടെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രായം 80 ആയി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് സാധ്യത ഇല്ല. മൂന്നാമത്തെ ആൾ ഇന്തോനേഷ്യയിലെ ഒരു ആർച്ച് ബിഷപ്പാണ്. പക്ഷെ ഇന്തോനേഷ്യയുടെ പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം, ലോകത്തിന് അപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു കത്തോലിക്ക ബിഷപ്പ്, ഒരു കത്തോലിക്ക സഭയുടെ ഒരു നേതാവിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും മാർപ്പാപ്പയാവാനുള്ള സാധ്യതയില്ല. എന്നാൽ ഏഷ്യയിലെ ഈ 3 പേരുടെ, അതിൽ തന്നെ ഫിലിപ്പീൻസുകാരനാണ് അദ്ദേഹം ഏറ്റവും മുന്നിൽ നിന്നത്. ഇനിയിപ്പോ ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് 6 പേരാണ് അതില് ഉള്ളത്. അതില് ഒരാള് ഈ ഓസ്വാൾഡ് ഗാർസിയ ആണ്. അദ്ദേഹം CBCയുടെ ഒക്കെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന വളരെ വളരെ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ആളാണ്. പിന്നെ ഒരാൾ നമ്മുടെ കർദിനാളായിരുന്ന, നമ്മുടെ എറണാകുളത്തെ സിറോ മലബാർ സഭയുടെ തന്നെ കർദിനാളായിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവാണ്. അപ്പൊ ഇവരിൽ ഈ 6 പേരില് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് 2 പേർക്ക് 80 വയസ്സായി. ആലഞ്ചേരി പിതാവിന് ഈ അടുത്ത ദിവസമാണ് 80 ആയത്. അദ്ദേഹത്തിനും ഓസ്വാൾഡ് ഗാർസിയ പിതാവിനും 2 പേർക്കും വോട്ടവകാശമില്ല. പിന്നെ ഉള്ളത് 4 പേരാണ്, 4 കർദിനാൾമാരാണ്. അതിൽ 2 പേർ കേരളത്തിന് പുറത്തുള്ളവരാണ്. ഒരാള് പിന്നെ ഗോവയുടെ ആർച്ച് ബിഷപ്പ് ഫെറാറോ എന്ന് പറഞ്ഞ ആളാണ്. രണ്ടാമത്തെ ആള് ആന്റണി പൂല എന്ന് പറയുന്ന ഹൈദരാബാദിന്റെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹമാണ് ആദ്യത്തെ ദളിതായിട്ടുള്ള ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്. ദളിതുകാർ അങ്ങനെ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള പദവിയുള്ള ആളാണ്. ഇവർ 2 പേരും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളികളായ ഇദ്ദേഹമാണ്, ക്ലിമീസ് പിതാവാണ്, ആർച്ച് ബിഷപ്പ് ക്ലിമീസ് തോട്ടുങ്കൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് സിറോ മലങ്കര ആണ്. അദ്ദേഹം സിറോ മലബാർ, ബാക്കി മറ്റൊരു സിറോ മലബാറാണ്. അതായത് ആലഞ്ചേരി പിതാവൊക്കെ സിറോ മലബാറിന്റെയാണ്. ഇദ്ദേഹം സിറോ മലബാറിനാണ്, തിരുവനന്തപുരത്തെയാണ്. നമുക്കൊക്കെ നല്ല പരിചിതനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാമതൊരാളാണ് സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ജോർജ് ജേക്കബ് പൂവക്കാട് കർദിനാൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരുപക്ഷെ ഒരു മലയാളി കത്തോലിക്ക പുരോഹിതന് ഈ ആഗോള കത്തോലിക്ക സഭയിൽ ഇത്ര ഉന്നത സ്ഥാനം ലഭിച്ച മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് 51 വയസ്സേ ഉള്ളൂ. അദ്ദേഹമാണ് ഈ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളായി തെരഞ്ഞെടുത്ത ആദ്യത്തെ ഇന്ത്യൻ പുരോഹിതൻ. അത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം അവിടെ ഈ വളരെ എളുപ്പത്തിൽ, അദ്ദേഹം 51 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിലാണ് ജനിച്ചത്. ചങ്ങനാശ്ശേരിയിലെ ഡയോസസിന്റെ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ആളാണ്. അദ്ദേഹത്തിനെ അവിടെ തെരഞ്ഞെടുത്ത് 2006-ലോ 2008-ലോ മറ്റോ അദ്ദേഹത്തിനെ കർദിനാളായി അദ്ദേഹം ചെന്നുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് പോപ്പ് ഫ്രാൻസിസ് നൽകിയിട്ടുള്ള പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലാണ്. അദ്ദേഹം തന്നെ ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള 4ഓ 5ഓ രാജ്യങ്ങളിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വ സ്ഥാനത്ത് അദ്ദേഹം അവരോധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഇന്റർ റിലീജിയസ് ഫെയ്ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡൈക്കാസ്ട്രി എന്ന് പറയും, വത്തിക്കാനിലുള്ള സമിതിയുണ്ട്, അതിന്റെ അധ്യക്ഷനാണ്.
പിന്നെ മാത്രമല്ല അദ്ദേഹമാണ് ഈ പോപ്പ് ഫ്രാൻസിസിന്റെ എല്ലാ അന്താരാഷ്ട്ര സന്ദർശനങ്ങളുടെയും മുഴുവൻ ആസൂത്രണവും പിന്നെ നടപ്പിലാക്കലും ഒക്കെ അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമായിരുന്നു പോപ്പ് ഫ്രാൻസിസുമായിട്ട്. ഈ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ എന്നെങ്കിലും ഒരു കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏതാണ്ട് ഇന്ത്യയിലെ കത്തോലിക്കരിലെ ഏറ്റവും വലിയൊരു വിഭാഗം കേരളത്തിലാണ്. 40 ലക്ഷത്തോളം അംഗങ്ങളുണ്ട് ഇവിടെയുള്ള കത്തോലിക്ക സഭയ്ക്ക് 2 വിഭാഗങ്ങളുമായിട്ട്, ലത്തീനും മറ്റൊരുമായിട്ട്. അതിൽ തന്നെ 40,000-ഓളം കത്തോലിക്ക പുരോഹിതർ ലോകത്തുള്ളത് മലയാളികളാണ്. 25,000-ഓളം കന്യാസ്ത്രീകൾ കേരളത്തിലാണ്. ഈ പോപ്പ് ഫ്രാൻസിസ് തന്നെ 7ഓളം പേരെ പിന്നെ സെയിന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, കാനനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ 3-4 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ 10-21 പേർ ഇതിന്റെ പല ഘട്ടങ്ങളിലാണ് ഈ കാനനൈസേഷനിലെ പുണ്യവാൾ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ പല ഘട്ടങ്ങളിലാണ്. അതിൽ തന്നെ ഒരു വലിയ വിഭാഗം മലയാളികളുണ്ട്. ഇങ്ങനെ ഈ കേരളത്തിലെ മലയാളികളായ അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ഒരുപക്ഷെ പോപ്പ് ഫ്രാൻസിസിന്റെ കീഴിൽ ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം ഒരിക്കലും ഇത് മുമ്പുണ്ടായിട്ടില്ല. വളരെ അഭൂതപൂർവമായിട്ടുള്ള പ്രാധാന്യമാണ്. അതിൽ ഈ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ പരിപാടികൾ, ഈ കോൺക്ലേവിന്റെയും കർദിനാൾമാരുടെ യോഗത്തിന്റെ ഒക്കെ എല്ലാ നടപടിക്രമങ്ങളുടെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹമാണ്. അത് പോപ്പ് ഫ്രാൻസിസിന് ശേഷം ഒരുപക്ഷെ ഈ കൂവക്കാട് പിതാവിനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഉയർന്ന ആളല്ല എന്നുള്ളത് കൊണ്ട് കേൾക്കുന്ന സിറോ മലബാർ സഭയ്ക്ക് തീർച്ചയായിട്ടും സിറോ മലബാർ സഭയുടെ അംഗമാണ്. അദ്ദേഹത്തിന് പിന്നെ നിലവിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള അറിവോ അവരുടെ ഒരു നേതൃത്വത്തിലോ അല്ല അദ്ദേഹം ഉയർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം ഉണ്ടാവാം. പിന്നെ മാത്രമല്ല കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് സിറോ മലബാർ സഭയ്ക്ക് വലിയ വലിയ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. എറണാകുളത്തെ ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള വലിയ സംഘടനകൾ നമുക്കറിയാം. എറണാകുളം അങ്കമാലി രൂപത ഇതിന്റെ ഈ മാസ് സംബന്ധിച്ച് കുർബാന ചൊല്ലുന്നത് സംബന്ധിച്ച് ആൾക്കാരെ നോക്കി വേണോ അതോ സമൂഹത്തെ നോക്കി വേണോ എന്നുള്ള തർക്കം വാസ്തവത്തിൽ വലിയ കയ്യാങ്കളികളിൽ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരുപക്ഷെ എന്നെങ്കിലും ഇന്ത്യയിൽ നിന്നോ ഒരു 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 മാർപ്പാപ്പയുടെ തലത്തിലേക്ക് ഉയരുന്ന ഒരാളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണക്ക് കൂട്ടിയാൽ ഒരുപക്ഷെ ജോർജ് ജേക്കബ് കൂവക്കാടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി പക്ഷേ ഏറ്റവും പ്രധാനം ഇനി വരുന്ന മാർപ്പാപ്പയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇക്വേഷൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്ന കാലം മുഴുവനായിട്ട് അദ്ദേഹം പാവങ്ങളുടെയും അതുപോലെ തന്നെ ഈ ദുർബല വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. അദ്ദേഹം കാലം ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ ഈസ്റ്റർ സന്ദേശത്തിൽ പോലും ഈ യുദ്ധങ്ങൾക്കെതിരായാണ് സംസാരിച്ചത്. അപ്പോൾ ഇനി വരുന്നൊരു പാപ്പയുടെ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ നിന്നുള്ള ഫിലിപ്പൈൻസിൽ നിന്നുള്ള പാപ്പ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഫ്രാൻസിസ് പാപ്പയേക്കാൾ കൂടുതൽ അപ്പോൾ ഇനി ഇതിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന പാപ്പ ഈ വളരെ കലുഷിതമായിട്ടുള്ള ലോകക്രമത്തിൽ അദ്ദേഹത്തിനുള്ള വാസ്തവത്തിൽ ഇതാണ് ഏറ്റവും ലോകം മുഴുവൻ ഉറ്റു നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിന്റെ ഇന്ത്യയുടെയൊക്കെ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾക്കപ്പുറത്ത് ലോകത്തെ എങ്ങനെയാണ് ഈ പുതിയ മാർപ്പാപ്പ നോക്കിക്കാണുന്നത്, ലോകത്തെ എങ്ങനെയൊക്കെ അദ്ദേഹം ഈ ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയെ തന്നെ മാറ്റി തീർത്ത ആളാണ്. അതുകൊണ്ട് ആ മാറ്റങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമോ, അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ കാലത്തും മാർപ്പാപ്പയുടെ തീരുമാനം അല്ലെങ്കിൽ മാർപ്പാപ്പ എന്നുള്ളത് കത്തോലിക്കറിന് മാത്രം ഒരു വിഷയമായിരുന്നില്ല. ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയവും മറ്റു തരത്തിലുള്ള സമവാക്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്തെ പയസ് 12 എങ്ങനെയാണ് പിന്നെ സോവിയറ്റ് യൂണിയനെ ഭയന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു 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 രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനായിട്ട് മാറി. പിന്നെ നമുക്കറിയാവുന്ന പോലെ ജോൺ പോൾ രണ്ടാമൻ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയന്റെയും സോവിയറ്റ് ബ്ലോക്കിന്റെയും തകർച്ചയ്ക്കും ആഗോളതലത്തിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു വലിയ അന്തർധാനത്തിനും ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ് പോളണ്ടിലെ കരോൾ വോയ്റ്റില എന്ന് അറിയപ്പെടുന്ന പോളണ്ടുകാരനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ്. അപ്പൊ അന്നൊക്കെ വാസ്തവത്തിൽ
ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു പരിഗണന. ഇപ്പോൾ കമ്മ്യൂണിസത്തിന്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കോൾഡ് വാറിന്റെ, അത് ശീതയുദ്ധവും കഴിഞ്ഞു, കമ്മ്യൂണിസം അവസാനിച്ചു. അപ്പൊ ഈ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, സ്ത്രീകള്, കീഴാളർ, ഈ വിഭാഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തതിന് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം നൽകിയത് പരിസ്ഥിതിക്കാണ്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ പോലെ, ആഗോള താപനം പോലെയുള്ള, കാലാവസ്ഥാ മാറ്റം പോലെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അദ്ദേഹം വളരെ 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 പ്രാധാന്യത്തോടെ തന്നെ കണ്ടു എന്ന് മാത്രമല്ല, അതിനനുസരിച്ച് മാത്രമേ ഈ ലോകം പോകാൻ കഴിയുള്ളൂ, ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ പാലസ്തീനിയൻ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നു. ലോകം മുഴുവനുള്ള പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, തീവ്രവാദം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഇന്ത്യ അതിനെപ്പോലെ ഉള്ള രാജ്യം അതിൻ്റെ ഇരയായ കാലമാണ്. പിന്നെ സ്ത്രീ പക്ഷ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇതൊക്കെയാണ് ഇന്നത്തെ ആഗോള പ്രശ്നങ്ങൾ. അപ്പൊ ഈ ആഗോള തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കത്തോലിക്ക സഭ അതിൽ എങ്ങനെ എൻഗേജ് ചെയ്യാം, അതിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതൊക്കെ ഇനിയുള്ള മാർപ്പാപ്പ ആരെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ലെഗസി, ഒരു പാരമ്പര്യം പിന്തുടരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു ഏഷ്യൻ സെഞ്ചുറി ആണെന്ന് പറയുന്ന സമയമാണ്. ഇങ്ങനെ കത്തോലിക്ക സഭയുടെ തന്നെ സ്വാധീനം യൂറോപ്പിലും പിന്നെ അമേരിക്കയിലും ഒക്കെ വളരെ, അമേരിക്കയിൽ അല്ലെങ്കിൽ തന്നെ ഇല്ല, യൂറോപ്പിലൊക്കെ ദുർബലമായി വരുന്ന സമയമാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഇപ്പോഴും അതിന്റെ സ്വാധീനം ശക്തമായി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രാഷ്ട്രീയവും പാരിസ്ഥിതികവും സാമൂഹ്യവും സ്ത്രീ പുരുഷപരവുമായിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കോൺഫ്ലിക്ട്സിൽ, വലിയ സംഘർഷങ്ങളിൽ ഈ പാപ്പയ്ക്കൊരു സജീവമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഒരു പങ്ക് വഹിക്കാനുള്ള ആളാണ് മാർപ്പാപ്പ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇനി പുതിയ ആളുടെ കയ്യിൽ വരുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളെല്ലാം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ മെയ് 2-ാം വാരത്തോടെ വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ വരാൻ പോകുന്നത് നമ്മൾ അറിയും. പുതിയ പാപ്പ വരും. ആ പാപ്പ ആഗോള പുതിയ ലോകത്തിന്റെ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ സംവദിക്കും എന്നുള്ളതൊക്കെ അറിയാൻ കാത്തിരിക്കും.